ഇന്ന് പാലക് പനീർ ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലക്ക് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇനി ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് അധികം നേരം ഒന്നും ഇടാൻ പാടില്ല, ഒരു 10-12 സെക്കൻഡ്സൊക്കെ ഇടാൻ പാടുള്ളൂ. അധികം നേരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാലക്കിൻ്റെ കളറ് മാറിപ്പോവും. ഒരു 10-12 സെക്കൻഡൊക്കെ നേരം ഒന്ന് ഇടുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് നമ്മൾ എടുത്തിട്ട് ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളത്തിലേക്ക്, ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ പാലക്ക് കൂടുതലായിട്ട് വെന്തു പോവില്ല, ആ കളറ് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ പച്ച കളർ ഉണ്ടാവണ്ടേ പാലക്കിൻ്റെ. കൂടുതൽ നേരം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പാലക്കിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയും. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത് ഇനി ഞാൻ തണുത്ത വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഈ പാലക്കൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ പാലക്കും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില, അധികം വേണ്ട, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർക്കണുള്ളൂ. കുറച്ച് കാഷ്യൂനട്ട്, ഒരു 5-6 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവിക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാനാണ്, ടേസ്റ്റും കൂടും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. എണ്ണ ചൂടാകുമ്പോൾ ജീരകം, ഒരു ബേ ലീഫ്, ഒരു പട്ട, ചെറിയ കഷ്ണം ഇട്ടാൽ മതി, ഉണക്കമുളക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സബോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് സബോളയുടെ കളറൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് കളറ് മാറി വന്നാൽ മതി. ഇതേപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഒന്ന് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി. മുളക് പൊടി അധികം ചേർക്കണ്ട കേട്ടോ, അധികം എരിവൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിൽ വെള്ളം വറ്റുന്നതോട് കൂടി തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറും, എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഒന്ന് വഴറ്റുക. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര്, കുറച്ച് തൈര്, ഒരു 1/2 കപ്പൊക്കെ മതി. പുളിയില്ലാത്ത തൈര് കേട്ടോ, കുറച്ച് പുളി ഉണ്ടായാലും കുഴപ്പമില്ല, ഒരുപാട് പുളി ഉണ്ടാവരുത്. തൈര് നന്നായിട്ട് അടിച്ചെടുക്കണം, അത് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തൈര് ഇങ്ങനെ തിളച്ച് വരുന്ന വരെ നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സിമ്മിലിടാം. ഈ സമയം കൊണ്ട് നമുക്ക് പനീർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീറാണ് കേട്ടോ എടുക്കുന്നത്. പനീർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പമൊക്കെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട്, എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിന് ചിലവർ പനീർ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടിടും. ഞാൻ അങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്യണമൊന്നുമില്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം പനീറിനെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, എന്നാലാണ് പനീർ വീണ്ടും നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ചേർത്താലും മതി, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇപ്പോൾ ഇതാ തൈരും അതെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പാലക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ, ഈ പാലക് പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ മേലെ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയിപ്പോൾ തിളച്ച് വരുമ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് നേരം ഒന്ന് സിമ്മിൽ വെക്കണം. ഈ മസാലകളും അതുപോലെ പാലക്കും ഒക്കെ ഒന്ന് മിക്സായിട്ട് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം സിമ്മിൽ വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കും ചിലപ്പോൾ. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട്
കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോഴാണ് ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഗ്രേവി വീണ്ടും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം പനീർ ചേർത്ത് കൊടുക്കാം. പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി പനീർ വേവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ മൂടി വയ്ക്കാം. നമ്മൾ പനീർ വറുത്തിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേവിക്കേണ്ട, അങ്ങനെ മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചേർക്കണ ആനം കൊണ്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട കറക്റ്റാണ്, ഗ്രേവിയും കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല, അത് കാരണം ഞാൻ ചേർക്കണില്ല. പക്ഷെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നല്ല സ്വാദുണ്ട്. ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയേക്കണത്. ചപ്പാത്തിയും പാലക് പനീറും കൂടെ കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരിവും എല്ലാം എനിക്ക് കറക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.